ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ പൊന്നൂസ് വേൾഡ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സോഷ്യൽ സയൻസിന് എപ്പോഴും വരുന്ന ക്വിസിൻ്റെ ഇച്ചിരി ഇതാണ് കേട്ടോ. അപ്പം ഏറ്റവും വലിയ ജില്ല എന്ന് എഴുതുന്ന ഫസ്റ്റ് നിങ്ങൾ ഓർക്കും പാലക്കാടെന്ന്. പക്ഷെ പാലക്കാടല്ല, ഇടുക്കി കേട്ടോ, ഇടുക്കി. പിന്നെയുള്ള ഏറ്റവും ചെറിയ ജില്ല അതെല്ലാവർക്കും അറിയാം, ആലപ്പുഴ. ആലപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അതായത് നമ്മളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. അതിനെല്ലാവർക്കും അറിയത്തില്ലായിരിക്കും, പക്ഷെ ഏത് ജില്ലയിലാണെന്നും എവിടെയാണെന്നും കാണണം. അതായത് ഇടുക്കി ജില്ലയും കോട്ടയം ജില്ലയും അടുത്ത ഒരു ഇതാണ് വാഗമൺ. വാഗമണ്ണിലാണ് ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. ലോകത്തിലെയാണ് തോന്നുന്നു, എനിക്ക് വേറെ എനിക്കറിയില്ല. അടുത്തത് നമ്മളുടെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏതാണെന്നറിയാമല്ലോ എല്ലാവർക്കും? ഓണം. ഓണമല്ല, അറിയാമല്ലോ എല്ലാവർക്കും. ഓണം. അടുത്ത ചോദ്യമാണ് കേരളത്തിലെ ദേശീയ പൂവ് ഏതാണ്? ഇത് ദേശീയ വൃക്ഷം എന്ന് പറയാം, പക്ഷെ എല്ലാവരും എഴുതുന്ന ഇന്ത്യയുടെയും കൂടെയാണ് താമര എന്നാണ് എഴുതുന്നത്. പക്ഷേ ഇത് കണിക്കൊന്നയാണ്. കണിക്കൊന്ന. ഇന്ത്യയുടെ ദേശീയ പക്ഷി എല്ലാവർക്കും അറിയില്ല, മയിൽ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഒരു ചിലർക്ക് EVS വരുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് അത് വെച്ചാൽ വൺ മിനിറ്റ് ഞാൻ ഓർത്തിട്ട് പറയാവേ. ഇന്ത്യയിലല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ചെടിയാണ് റഫ്ലേഷ്യ. റഫ്ലേഷ്യ. ഓക്കെ. അടുത്ത് വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇത് ഞാൻ സൂം ചെയ്ത് കാണിക്കാവേ. കാണുന്നുണ്ടെന്ന് അറിയില്ല, എല്ലാം നിങ്ങൾക്ക് തിരിഞ്ഞായിരിക്കും കാണുന്നത്, പക്ഷെ ഞാൻ നല്ലതായിട്ടാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അതായത് ചന്ദ്രനിൽ ആരും കാലുകുത്തിയതാണ്. എല്ലാവർക്കും ചന്ദ്രനിൽ ആരും കാലുകുത്തി? കണ്ടല്ലോ, നീൽ ആംസ്ട്രോങ്. ഓക്കെ, ഒരു മിനിറ്റ്, പേന തെളിയില്ലെന്ന് തോന്നുന്നു. ഞാൻ അടുത്ത പേന ഇപ്പം എടുത്തോണ്ട് വരാവേ. ഫ്രണ്ട്സ്, റെഡ് പെൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എഴുതാം. നീൽ ആംസ്ട്രോങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് ചന്ദ്രദൗത്യത്തിൻ്റെ ക്വസ്റ്റ്യന്. അതായത് തുലാം ഗ്രഹം ഏത് ഗ്രഹമാണ്? എല്ലാവരും ഓർക്കുന്നത് അത് അങ്ങനത്തെ ഒരു ഗ്രഹം ഇല്ലല്ലോ, പക്ഷെ ഉണ്ട്. പറയട്ടെ.
പ്ലൂട്ടോയാണ് തുല്യം ഗ്രഹം. ഇനി ഭൂമിയുടെ രക്ഷകൻ എന്ന് വെച്ചാൽ ഒരു ഗ്രഹമാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരാം. ഈ നമ്മുടെ ഗാലക്സിയിൽ അതിൽ ഏറ്റവും വലിയ ഗ്രഹമാണ്. എല്ലാവർക്കും കിട്ടിക്കാണും, ഞാൻ എഴുതാം. ജൂപ്പിറ്റർ ആണ് ഏറ്റവും വലിയ ഗ്രഹം. ജൂപ്പിറ്റർ ഞാൻ ഇവിടെ വര ഇട്ട് വെച്ചിട്ടുണ്ട്. ജൂപ്പിറ്റർ. ഓക്കെ, അടുത്തത് ഏറ്റവും ചൂടുള്ള ഗ്രഹം. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ എഴുതാം, മലയാളം എനിക്ക് അറിയത്തില്ല. ചൊവ്വയാണോ ചങ്ങലയാണ്? വീനസ് ആണ് കേട്ടോ. വീനസ് അതാട്ടോ ഏറ്റവും ചൂടുള്ള ഗ്രഹം. ചന്ദ്രൻ. ഓക്കെ, അടുത്തത് ഭൂമിയുടെ ഇരട്ട സഹോദരി എന്ന് വെച്ച ഏത് ഗ്രഹമാണ്? എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ മറന്നുപോയി. ഓക്കെ, അടുത്ത സൂര്യന് ചുറ്റും വലം വെക്കുന്ന എത്ര ഗ്രഹങ്ങളാണ്? നമ്മുടെ ഗാലക്സിയിൽ എത്ര ഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ എത്ര ഗ്രഹമാണ് ഗാലക്സിയിൽ? ശരിക്കും 8 ഗ്രഹങ്ങളാണ്. പക്ഷേ ഇത് പ്ലൂട്ടോയും കൂടെ കൂട്ടിയിട്ട് 9ആണ്. പക്ഷെ ഇപ്പൊ 9അല്ല, ഇപ്പൊ 8ആണ് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇത് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഫുള്ളും നിങ്ങൾക്ക് സോഷ്യൽ സയൻസിന്റെ ക്വിസിന് വരുന്നതാണ്. അപ്പൊ എല്ലാവരും ഇത് പഠിച്ചു വെക്കണേ. ബൈ, സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളെ. ബൈ.